അങ്ങനെ എൻ്റെ 8 മണിക്കൂറത്തെ പ്രൊഡക്ഷൻ ഫ്ലോറിലെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സൂപ്പർവൈസർ ഓഫീസിൽ വന്നിട്ട് അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുവാണ്. ഞാനൊരു എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡേർട്ടിയാണ്. ബൂട്ടൊക്കെ കഴുകണം എന്ന് വിചാരിക്കും, പക്ഷെ അറ്റ് ലാസ്റ്റ് അതിന് സമയമൊന്നും കിട്ടാറില്ല. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ എൻ്റെ സൂപ്പർവൈസർ വന്നു. അങ്ങനെ എല്ലാം ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമ്മൾ പോവാണ്. അപ്പം വർക്ക് ബൂട്ട് മാറിയിട്ട് എൻ്റെ സാധാ ഒരു ഷൂ, ഇതെൻ്റെ മുമ്പത്തെ വർക്ക് ബൂട്ടാണ്. പക്ഷെ ഫ്ലോർ അത്രയും ഡേർട്ടി ആയ കാരണം ഇത് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ് വലുത്. അങ്ങനെ പഞ്ച് ഔട്ട് ചെയ്തു. സമ്മർ ആയ കാരണം സൈക്കിളിലാണ് പോകുന്നത് കേട്ടോ. ഇന്ന് വേസ്റ്റ് എടുക്കേണ്ട ദിവസമാണ്, അതാണ് എല്ലാ വേസ്റ്റിൻ്റെ ബോക്സും പുറത്തിരിക്കുന്നത്. പിന്നെ നല്ല ഡസ്റ്റുമാണ് കേട്ടോ. ഒരു വണ്ടി അപ്പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ പൊടി കണ്ണിലോട്ട് ഇങ്ങനെ തെറിക്കും. അത്രയും ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ സോയിൽ കിടക്കുന്നത്. ഇതൊരു വീടിൻ്റെ അതിർത്തിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ മരങ്ങൾ വരിയായിട്ട് നിർത്തും. അപ്പോൾ അത് അവരുടെ പ്രോപ്പർട്ടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മതിലിനൊക്കെ പകരം ഇങ്ങനെയാണ് ഇവിടെ കൂടുതലും കെട്ടി നിർത്തുന്നത്. മതിലും പണികളുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് ഫൗണ്ടെയിൻ ഒക്കെ ഉണ്ട്. നല്ല റിച്ചിൻ്റെ വീടാണ്. പിന്നെ ഇങ്ങനെ അടുപ്പിച്ച് വീടുകളുള്ള സ്ഥലത്തൊന്നും ഞാൻ അങ്ങനെ മതിൽ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് ഉള്ളൂട്ട് എൻ്റെ ജോലി സ്ഥലത്തോട്ട് ഇതാ വീട്ടിലെത്തി. അപ്പോഴേക്കും പിന്നെ ഇവിടെ പൂച്ചക്കുട്ടികളെ കണ്ടു. എന്നെ കണ്ടപ്പോഴേക്കും ഓടി വരുവാണ് കേട്ടോ. അവർക്കറിയാം എന്തെങ്കിലുമൊക്കെ കൊണ്ട് കഴിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. പക്ഷേ ഇപ്പം പൂച്ചക്കുട്ടികൾ നമ്മുടെ ഇവിടെ ഇല്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഫുഡിന് വേണ്ടിയിട്ട്. ഇപ്പം പൂച്ചക്കുട്ടികൾ നമ്മുടെ വീട്ടിലില്ല. ഇത് ഞാൻ മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ഒരാഴ്ചയായിട്ട് അവരെ കാണാനേ ഇല്ല. നല്ല ഇണക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇനി അധികം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല. പിന്നെ 5 പൂച്ചക്കുട്ടികളെ നമുക്ക് നോക്കാനും പറ്റത്തില്ലല്ലോ. ആദ്യം നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഇപ്പുറത്തും അപ്പുറത്തൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ മിസ്സിങ്ങാണ്. അങ്ങനെ അവരവരുടെ ഇൻഡിപെൻഡൻറ്റ് ലൈഫിലേക്ക് പോയി. പിന്നെ ഇതിവിടെ ഉള്ളപ്പം ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അതിനെ കളിപ്പിക്കുമ്പോൾ ഒരു രസമായിരുന്നു. നമ്മൾ പകുതി പുല്ലേ വെട്ടിയിട്ടുള്ളൂ കേട്ടോ. ആ ഭാഗം ഇങ്ങനെ ഒരു സ്ലോപ്പായി കിടക്കുന്ന കാരണം പുല്ല് വെട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് ഏരിയ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇടച്ചാൽ. ഇത് തുറന്നിട്ടാണ് നമ്മൾ ഫ്രണ്ടിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഇങ്ങനെ വെക്കാത്തവരുണ്ട് കേട്ടോ. ചിലവർ വെക്കത്തില്ല. ഇവിടെ ഈ വീട്ടിലുണ്ട് അത്. അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു.